കർത്താവെ നീ ഇത്തിരി പോയെടുത്തോട്ടാ. കർത്താവെ ഈ മാസത്തെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 1000 രൂപയെങ്കിലും ബാക്കി വന്നേ. പിന്നെ ഇവളോടും കൂടി ഒന്ന് ചോദിക്കുവാൻ പറയണേ. ഭഗവാനെ, എനിക്കിനും ജോലിക്ക് പോവാൻ വയ്യ. അതുകൊണ്ട് വിഷ്ണുവായിട്ട് ഞാൻ നല്ല ശമ്പളം കിട്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നെ. മാമി, ഞാൻ ഈ കൈ ചേർക്കുമ്പോ എന്റെ കൈ ഫുള്ള് ചോക്ലേറ്റ് ആയിരിക്കണേ മാമി. ഏട്ടാ നോക്കൂ, ഇനി മുതൽ നമ്മളെ മേഡിനെ ഞാൻ വരണ്ട എന്ന് പറഞ്ഞു. അതെന്താണ്? എന്റെ ഭർത്താവ് കുട്ടികളെ നോക്കാൻ ഇനി ഞാൻ മതി. അപ്പൊ 10,000 രൂപ എല്ലാ മാസം ലാഭം. പ്രാർത്ഥന വലിച്ചു തുടങ്ങി. വിഷ്ണുട്ടാ, ഊಟ ರೆಡಿ ಆಗಿದೆ ಬನ್ನಿ. ചിക്കോ, അമ്മ എന്നെ പന്നീന്നാണ് വിളിച്ചേ. എനിക്ക് എങ്ങനെ അറിയാനാ? ഏട്ടാ ഫുഡ് ರೆಡಿ ആയിട്ടുണ്ട്, വേഗം വാ. ഫുഡ് ರೆಡಿ ആയിട്ടുണ്ട്, വേഗം വാ. ഏട്ടാ ഊಟ ರೆಡಿ ആಗಿದೆ, മാഡോ. 1000, 2000, 3000. ഇതെന്ത് പറയുമായോ? 1000 രൂപ ബാക്കി വന്നാ? വിഷ്ണു ഏട്ടാ നോക്കുവോ? അതെ, ഞാൻ ആലോചിക്കാറിനെ. ജോലിക്കൊണ്ട കാര്യമല്ലാണോ? അല്ല, തോന്നി. അടുത്ത മാസം എന്റെ ഫ്രണ്ടിനെ കല്യാണത്തിന് ചുമന്ന സാരി ഉടുക്കണോ മഞ്ഞ സാരി ഉടുക്കണോ? അതിന് നിനക്ക് ഈ കളർ ഒന്നും ഇല്ലല്ലോ. ഇല്ല, അതുകൊണ്ട് മേടിക്കണല്ലോ. 2 സാരി മേടിക്കണ. അതില് ഏത് കളർ തന്നെ ആയിരിക്കുന്ന അറിയില്ലല്ലോ, അതുകൊണ്ട് 2 മേടിക്കണം. വല്ല ചുരിദാറും പോരെ? വേണ്ട, സാരി തന്നെ മതി. 1000 രൂപയ്ക്ക് 2 സാരി കിട്ടുമോ? ലൈനിങ് പോലും കിട്ടില്ല. അപ്പൊ അതും വേറെ മേടിക്കണോ അല്ലേ? അല്ല, ഇതിനിപ്പം എന്ത് വില വരും? ചേട്ടനെ ഞാൻ ബുദ്ധിമുട്ടിക്കണില്ല. പാവം. അപ്പോ എല്ലാം കൂടി ഒരു 5000 നിർത്താം. 5000 രൂപ? പഴയ സാരി വല്ലം? വേണ്ട, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇവക്ക് 5000 ആണെന്നുണ്ടെങ്കിൽ ചിക്കുന് 3000, ആകെ 8000, എൻ്റെ ആകെയുള്ളത് 1000. ബാക്കി വേണ്ടത് 7000. എൻ്റെ സാലറി വരാൻ പോകുന്നത് 10000. ബാക്കി 2000 രൂപ ഞാൻ എന്തൊക്കെ ചെയ്യും? വേറെ വല്ല ജോലിയും കണ്ടുപിടിക്കണം.